Hi, hello and welcome back to our channel, My Cooking Stories. ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാൻ റൊട്ടിയും അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കക്കത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചിക്കന്റെ കക്കം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ 3 മീഡിയം സൈസ് സവോള ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ്, 3 അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇതിലേക്ക് പൊടികൾ എരിവുള്ള മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ്, അത് ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിന് അത് മാറ്റി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത് ഇടുന്നത് മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ മസാല വേറെ വഴറ്റുന്നൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മസാല അതിൽ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കക്കെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ടേസ്റ്റും നമ്മളിതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ട് വരും. അപ്പോൾ ഈ ചിക്കൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പം ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റ് ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന്. അപ്പം ഈ ഫ്രൈ ആയ ചിക്കൻ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ എണ്ണയിൽ ആ പാനിലേക്ക് തന്നെ നമ്മുടെ മസാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ നിന്നാണ് നമ്മൾ ഈ മസാല നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഫ്രൈ ചെയ്ത എണ്ണയുടെ ടേസ്റ്റും ഈ ഒരു മസാലയും കൂടി വരുമ്പം ഈ ഒരു ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കിയിട്ടെടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് ഇതുപോലെ തിളച്ച് വരുമ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവിയിൽ വേണം ഈ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഒരു തിക്കായിട്ട് പോലെ വരണം. അപ്പോൾ നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം.
അപ്പോൾ ഈ ഒരു ചിക്കൻ കക്കത്തിൽ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കക്കൻ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലോ കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു ഡിഷ് ഇവിടെ റെഡിയാണ്. അടുത്ത ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സാൻ റൊട്ടിയാണ്. അപ്പോൾ ഇത് പല പേരിലും ഇത് അറിയുന്നുണ്ട്. ഇതൾ റൊട്ടി അല്ലെങ്കിൽ ഇതൾ ഒറോട്ടി, ഇതൾ അപ്പം എന്ന പല പേരിലും ഇത് അറിയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ നമ്മൾ ഡിന്നറിനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് ജീരകശാല അരി ഒരു 4-5 മണിക്കൂർ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് നമ്മുടെ സാധാ ചോറാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് അരച്ച് വന്നപ്പം കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ആദ്യം തന്നെ ഒഴിച്ചിട്ട് ഒന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും കൂടി അരച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് ഈ ഒരു ഇതൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ നല്ല ലൂസായിരിക്കണം. കാരണം ഈ ബാറ്റർ കട്ടിയായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഈ അപ്പവും കട്ടിയാവും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത്രയും ലൂസായിരിക്കണം നമ്മുടെ ഈ ഒരു ബാറ്റർ. ഈ ഒരു അപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് സാധാ ഈ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂണ് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ആ ഒരു ലെയർ ഒന്ന് കട്ടിയാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെയർ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെയർ അത്യാവശ്യം കട്ടിയായാലും മാത്രമാണ് നമുക്കിതുപോലെ നെയ്യ് തടവാനും പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് മാവും കൂടി ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ നെയ്യ് തടവുന്നതുകൊണ്ടാണ് നമുക്കിത് ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കിയാൽ അതിൻ്റെ ഇടയിൽ മാവ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോയതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റില വെച്ചിട്ടോ സൈഡിൽ ഇതുപോലെ ഒന്ന് വിട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ സാൻ റൊട്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര സോഫ്റ്റും എത്ര ഫ്ലഫിയുമാണ് ഇതെന്ന്. അപ്പോൾ ഇത് നമ്മളൊരു കിണ്ണത്തപ്പൊക്കെ പോലെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇളകി കളിക്കുന്ന ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ലെയറൊക്കെ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നെയ്യ് തടവിയതുകൊണ്ടാണ് ഇങ്ങനെ ലെയർ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അപ്പത്തിൽ ഇങ്ങനെ നെയ്യിൻ്റെ ടേസ്റ്റൊന്നും ഒരുപാട് മുന്നോട്ട് നിൽക്കുന്നില്ല. ആ ഒരു ജീരകശാല അരിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ ഇതാ ഓരോ ലെയറും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി കുറച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഗ്രേവിയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്